മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നമ്മുടെ ഈ സീസണിലെ കുത്തിത്തിരിപ്പിൻ്റെ രാജകുമാരിയാണല്ലോ ബിന്നി. ആദ്യമൊക്കെ അക്ബർ വളരെ തമാശയ്ക്ക് പാട്ടിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കാര്യമാണെങ്കിലും ബിന്നിയുടെ ഇപ്പോഴത്തെ പല പ്രവൃത്തികളും കാണുമ്പോൾ ശരിക്കും ബിന്നി ഒരു കുത്തിത്തിരിപ്പുകാരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ആദിലയും നൂറയും റെനയുമെല്ലാം. റെന പറയുന്നത്, കഴിഞ്ഞ ദിവസം ആര്യനും റെനയും തമ്മിൽ ഒരു ഇഷ്യൂ നടന്നല്ലോ. രാത്രിയിൽ റെനയുടെ മുകളിൽ കൂടി കയറി ആര്യൻ കിടന്നതിനെ തുടർന്ന് അത് പിറ്റേ ദിവസം റെനയും ആര്യനും കൂടി കോംപ്രമൈസ് ആകുകയും പരസ്പരം മാപ്പ് പറയുകയും എല്ലാം ചെയ്തിരുന്നു. എന്നിട്ടും ബിന്നിക്ക് ആ ഒരു ഇഷ്യൂ വലുതാക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓപ്പൺ നോമിനേഷൻ്റെ സമയത്ത് ഞാൻ പോലും ആര്യനെ നോമിനേറ്റ് ചെയ്തില്ല, എന്നിട്ട് എൻ്റെ കാര്യം പറഞ്ഞ് ആര്യനെ നോമിനേറ്റ് ചെയ്തത് ബിന്നിയുടെ മാത്രം ബുദ്ധിയാണ് എന്നാണ് റെന പറയുന്നത്. ആദിലയ്ക്ക് ഇന്ന് ബിന്നിയോട് ദേഷ്യം തോന്നാൻ കാരണം ആദിലയും നൂറയും കൂടി ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ നെവിനോട് പോയി സംസാരിച്ചിരുന്നു. അതായത് നമ്മുടെ റിയാസ് ആദിലയ്ക്കും നൂറയ്ക്കും ഒരു ഹിൻഡ് കൊടുത്തിരുന്നു, ലാലേട്ടൻ വരുമ്പോൾ ചിലപ്പോൾ വഴക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, കേട്ടറിവ് മാത്രം വെച്ച് എന്തിനാണ് നെവീനെ അങ്ങനെ ഒറ്റപ്പെടുത്തിയത് അല്ലെങ്കിൽ വ്യത്യഹത്യ ചെയ്തത് എന്ന്. ആ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ആദിലയും നൂറയും ഇന്ന് ഉച്ചയ്ക്ക് നെവീനോട് പോയി സംസാരിച്ചതും ഒരു കോംപ്രമൈസ് ടോക്കൊക്കെ നടത്തിയത്. എന്നാൽ ആ കാര്യം ബിന്നി അറിഞ്ഞിട്ട് ബിന്നി നെവീനെ പോയി വീണ്ടും ഉപദേശിച്ചു. എന്തുകൊണ്ടാണ് ആദിലയോട് നീ ക്ഷമിച്ചത്, ഒരു കോംപ്രമൈസിന് റെഡിയായത് എന്തുകൊണ്ടാണ്, ഷാനവാസ് ചെയ്തത് തെറ്റാണെങ്കിൽ ആദിലയും ചെയ്തത് തെറ്റാണെന്ന് ബിന്നി നെവീനോട് പറഞ്ഞു. അതെന്തിനാണ് ബിന്നി അങ്ങനെ നെവീനോട് പോയി പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്നാണ് ഇപ്പോൾ ആദില റെനയോട് ചോദിക്കുന്നത്. ആദില പറയുന്നത്, എനിക്ക് അവള് കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തെറ്റ് പറ്റിയെന്ന് തോന്നി, അതുകൊണ്ട് എനിക്ക് നെവീനോട് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു, അവനെ ഒന്ന് ഓക്കെ ആക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനോട് പോയി സംസാരിച്ചത്. അവൻ എന്നോട് ക്ഷമിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവൻ്റെ ഇഷ്ടം. ആ കാര്യത്തിൽ ബിന്നി എന്തിനാണ് വന്ന് ഇടപെടുന്നത്, വെറുതെ എന്തിനാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. പണ്ടൊക്കെ തമാശയ്ക്കാണ് നമ്മൾ അവളുടെ കുത്തിത്തിരിപ്പൊക്കെ എടുത്തത്, എന്നാൽ ഇപ്പോൾ കുറച്ച് സീരിയസ് ആയി വരുന്നുണ്ട്. നമ്മൾ ഇമോഷണലി തളർന്നു നിൽക്കുമ്പോഴാണ് അവൾ ഇങ്ങനെ വന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അത് പലരെയും പല രീതിയിലും ബാധിക്കുന്നുണ്ട്. പിന്നെ ആകെയുള്ള ഒരു ഉപകാരം എന്തെന്ന് വെച്ചാൽ ബിന്നിക്ക് സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇഗ്നോർ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ പണ്ടത്തെ പോലെ ബിന്നിയുടെ കുത്തിത്തിരിപ്പ് ഒരു തമാശയായിട്ട് എടുക്കാൻ എന്തായാലും എനിക്കിപ്പോൾ താല്പര്യമില്ല. ഇപ്പോൾ അവൾ സീരിയസ് ആയി വരുന്നുണ്ട് എന്നാണ് ആദിലയും പറയുന്നത്. അത് റെനയും ശരിവെക്കുന്നു. പിന്നെ ബിന്നിയുടെ ഈ കുത്തിത്തിരിപ്പ് ബിന്നിയുടെ ഗെയിം ആണോ എന്ന് വരെ ഇപ്പോൾ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ബിന്നി കൂടുതലും ഇടപെടുന്നത് ഇങ്ങനെ കുത്തിത്തിരിപ്പ് വിഷയങ്ങളിലാണ്. സ്വന്തമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാറില്ല. മറ്റുള്ളവരുടെ ഒരു പ്രശ്നത്തിൽ കയറി ഇടപെട്ട് ആ പ്രശ്നം വലുതാക്കാനാണ് ബിന്നി വന്ന അന്ന് മുതൽ ശ്രമിക്കുന്നത്. എന്തായാലും ആദിലയും റെനയും ഇപ്പോൾ ബിന്നിക്കെതിരെ മാറിയിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.